ആഗ്രഹം കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല, അല്ലാണ്ട് അഭിനയിക്കാൻ അറിയാവുന്നത് കൊണ്ടോ എനിക്ക് വലിയ കഴിവുണ്ടായതുകൊണ്ടോ ഒന്നും ഞാൻ നിൽക്കുന്നതല്ല. നമ്മള് പ്രേക്ഷകരിലേക്ക് ഒത്തിരി ഇറങ്ങിച്ചില്ലെന്ന ഒരു മേഖലയാണ് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ. അത് ഹാപ്പിയാണ് അതില്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തെറ്റാണെന്ന് എഴുതി കാണിക്കുമ്പോൾ അത് വലിയവർക്ക് മനസ്സിലാവും. ഈ 5 വയസ്സായ കുട്ടിക്ക് അത് എഴുതി കാണിക്കുന്നത് മനസ്സിലാവണമെന്നില്ലല്ലോ. ഹായ്, നമസ്കാരം. എന്റെ പേര് ജെയിൻ എന്നാണ്. വീട് അങ്കമാലി. ഞാൻ മാനത്തെ കൊട്ടാരം സീരിയലില് വിക്രം എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നു. നെഗറ്റീവ് ക്യാരക്ടറൊക്കെയാണ്, പക്ഷെ നമുക്ക് നല്ലൊരു കുറച്ച് അഭിനയിക്കാനൊക്കെ ഒരു സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നല്ല ചെയ്യാൻ സന്തോഷമുള്ള ക്യാരക്ടറാണ്. ഭയങ്കര നല്ലൊരു ക്രൂ ആണ്. അതായത് ടെക്നിക്കൽ ടീം ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും നമുക്ക് നമുക്കൊരു ഭയങ്കര ജോളിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫ്രം പ്രൊഡ്യൂസർ സൈഡ് ആണെങ്കിലും ഡയറക്ടർ, അസോസിയേറ്റ്സ്, ക്യാമറ ടെക്നീഷ്യൻസ്, യൂണിറ്റ്, നമ്മുടെ കോ ആർട്ടിസ്റ്റുകളാണെങ്കിലൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പൊ നമുക്ക് ഷൂട്ട് ഇല്ലെങ്കിലാണ് നമുക്ക് ബോറടിക്കുന്നത്. ഭയങ്കര എൻജോയ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഞാൻ 2014 ഞാൻ ഫസ്റ്റ് ഒരു ആഡ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് ആഡ്സ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 1-2 പടങ്ങളിലൊക്കെ ചെറിയ ക്യാരക്ടർ റോൾ ചെയ്തിരുന്നു. സീരിയലിലേക്ക് വന്നിട്ട് ഒരു 2 വർഷമാവുന്നു. മൂന്നാമത്തെ സീരിയലാണത്. ഞാൻ ആക്സിഡന്റലി വന്നാണ്. എനിക്ക് ചെറുപ്പം മുതൽ അങ്ങനെ വലിയൊരു ആഗ്രഹം ഉണ്ടായിട്ട് അഭിനയത്തോട് ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. സിനിമ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് അപ്പോഴൊക്കെ ഷൂട്ടിംഗ് ഒക്കെ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ബിടെക് പഠിച്ചു, M.Tech ചെയ്തു, കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ ഫ്രണ്ട്സ് 2 പേരുണ്ടായിരുന്നു. ഒരു പ്രവീത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ വഴി ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ പോർട്ട്ഫോളിയോ അവൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അത് ചെയ്തു. പിന്നെ ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ ഓരോന്ന് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ചെറിയ ആഡ്സ് ഒക്കെ കിട്ടുന്നു. അപ്പൊ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. നമുക്ക് അതിനോട് ഭയങ്കര ഒരു ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അതിൽ. പിന്നെ അത് അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. ആക്സിഡന്റലി വന്നതാണ്. നമുക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളോട്, കാരണം ഓരോ കഥാപാത്രങ്ങളും ഓരോ വ്യക്തികളെ ഓരോരോ ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് അതിനോട് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതരണങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനോടും ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. കാരണം അതാണല്ലോ നമ്മളൊരു ആർട്ടിസ്റ്റ് രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണല്ലോ. കാരണം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. നമ്മൾ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ ഒത്തിരി ദുരനുഭവങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും എനിക്ക് നല്ലൊരു അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് കരുതി ഞാൻ മറ്റുള്ളവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ദിവസകാഴ്ച ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അനുഭവങ്ങൾ തന്നെയുള്ളൂ. അപ്പനമ്മയുണ്ട്, അനിയനുണ്ട്, വൈഫുണ്ട്, മോളുണ്ട്, ഇപ്പോ ഒരു മകനുണ്ട്. 2 മാസം ആവുന്നേ ഉള്ളൂ. പ്രണയം അടിപൊളിയല്ലേ? എല്ലാവർക്കും പ്രണയം വേണം. എപ്പോഴും പ്രണയം വേണം. പ്രണയം ഉണ്ടാകുമ്പോഴാണല്ലോ മനുഷ്യനെ ജീവിക്കാനൊക്കെ ഉള്ള ഒരു ആവേശം ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിലെപ്പോഴും പ്രണയം കാത്തു സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അയ്യോ ഇല്ലില്ല, ഞാൻ മെക്കാനിക്കലായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഫുൾ ആമ്പിള്ളേരാണ്. സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ 7th തൊട്ട് 10th വരെ ഞാൻ ബോയ്സിലായിരുന്നു. +1 +2 ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനൊരു സെമിനാരി ബോയ് ആയിരുന്നു. ഞാൻ അച്ഛൻ പട്ടത്തിന് പോയ ആളായിരുന്നു. അപ്പോ എല്ലാവരും ഡ്രൈ ആണ്. അത് ഞാൻ 10th കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു 3 വർഷം ഉണ്ടായിരുന്നു സെമിനാരിയിൽ. നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വേറൊരു ലൈഫാണ്. ഒത്തിരി അത് കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ട, അതൊക്കെ വളരെ നമ്മളങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇള്ളവളി പരിപാടിയല്ല. അപ്പൊ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാനത് പോകുന്നു. അത് ശരിക്കും അവരൊക്കെ വളരെ സമ്മതിക്കണം. കാരണം അവരത്രയും 10-12 വർഷത്തെ ഒരു ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ച് ഒരു 18 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു ടൈം ടേബിൾ പരമായിട്ട് ജീവിക്കുന്ന ഒരു ലൈഫായിരുന്നു. നമുക്ക് കൃത്യമായ ടൈം ടേബിൾ ഉണ്ട് ഓരോ കാര്യത്തിനും. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറെ ഗുണങ്ങളുണ്ട്. നമുക്ക് കുറച്ചുകൂടെയൊക്കെ നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ ജീവിക്കാനും നമുക്ക് അതേപോലെ തന്നെ പിന്നെ രസകരമായ അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ പിന്നൊരിക്കൽ പറയാം. ഇല്ലില്ല, ഹോസ്റ്റലില് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ +1 +2 സെമിനാരിലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ബിടെക് പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സിനിമയ്ക്ക് പോകും. കാരണം അന്ന് ബിടെക് പഠിക്കുമ്പോൾ
ബിടെക് കഴിഞ്ഞ് ഞാൻ എംടെക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം കട്ട് ചെയ്തൊക്കെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്. കാരണം സിനിമ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സിനിമ കണ്ടാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് തിയേറ്ററിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. സിനിമകളെല്ലാം കാണും. സിനിമ ഇപ്പോഴും കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ്. ഇപ്പൊ ഒത്തിരി കേസുകൾ കേൾക്കുന്നുണ്ട്. കാരണം ലഹരി യൂത്തിന്റെ ഇടയിലൊക്കെ ഒത്തിരി, കാരണം അവരത് എനിക്ക് തോന്നുന്നു അവരുടെ കൈകളിലേക്ക് ഇത് എത്തുന്നത് അവർ വളരെ പ്രായപൂർത്തിയാവാത്ത ഒരു മെച്യൂരിറ്റി വരുന്നതിന് മുന്നാണ് അവരുടെ കൈകളിലേക്ക് ഇത് വരുന്നത്. അപ്പൊ അത് അവർക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അറിയില്ലായിരിക്കാം. അപ്പൊ എനിക്കൊന്ന് പല കൺട്രീസിലും അത് ലീഗലി ഒക്കെയാണ്. അപ്പൊ അതൊരു കുറച്ചുകൂടിയൊക്കെ ഒരു നോക്കി കണ്ട് ചെയ്യേണ്ട സംഭവമാണ്. കാരണം ഇത്രയും ചെറുപ്രായത്തില് നമ്മളിപ്പോ ന്യൂസിലൊക്കെ കാണുന്ന വളരെ ചെറുപ്പം പിള്ളേരുകളാണ് ഇതിന്റെ അടിമകളാവുന്നത്. അവരുടെ ലൈഫൊക്കെ സ്പോയിൽ ചെയ്യുന്ന സംഭവമാണത്. അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജീവിതമാണ് ലഹരി എന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. സെമിനാരിയിൽ പഠിക്കാൻ ചേരുന്നെന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഓരോ സമയത്തും നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോരോ ആൾക്കാർ നമ്മുടെ റോൾ മോഡൽസ് ഉണ്ടാവും. അപ്പൊ ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്റെ വീട്ടിലെ കുറച്ച് എന്റെ റിലേറ്റീവ്സിലൊക്കെ അച്ഛന്മാരുണ്ട്, കുറച്ച് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കാണുന്നത് അവരെയൊക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ലൈഫ് നമ്മളെ സ്വാധീനിക്കും. ആ ഒരു സ്വാധീനമാണ് എന്നെ അതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ആരും കമ്പൽ ചെയ്തിട്ടൊന്നുമല്ല. എനിക്കത് പറ്റില്ല, കാരണം നമ്മൾ അതിന്റെ പുറമൂടെ കാണുന്നത്. നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിർത്തി. പോയപ്പോഴും വീട്ടുകാർക്ക് കുഴപ്പമില്ല, നിർത്തിയപ്പോഴും വീട്ടുകാർക്ക് കുഴപ്പമില്ല. സീരിയലിലുള്ളവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ് അത്. കാരണം സീരിയലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ സിനിമയിൽ കിട്ടില്ല എന്നൊക്കെ. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സീരിയലിൽ വരുമ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു ഇത്ര ഡേറ്റ്സിൽ ഷൂട്ട് ഉണ്ടാവും നമുക്ക്. അപ്പൊ നമുക്ക് വേറൊരു വർക്കിലോട്ട് ചിലപ്പോൾ വേറെ ഡേറ്റ് ക്ലാഷ് വരാം സ്വാഭാവികമായിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കിപ്പോൾ 1 ഇയർ 2 ഇയർ ഒക്കെ ഒരു സീരിയലിന്റെ ഷൂട്ടൊക്കെ പോകും. അപ്പൊ അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് ഇഷ്യൂ കാരണമൊക്കെ നമ്മുടെ വർക്കുകൾ മിസ്സാവാം. അല്ലാതെ എനിക്ക് തോന്നുന്നു രണ്ടും നമ്മൾ അഭിനയിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. രണ്ടിനും പ്രേക്ഷകരുണ്ട്. നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 ദിവസം 200 ദിവസമൊക്കെ നമ്മൾ ഓടും. ഇതിപ്പോ നമ്മൾ 300-500 എപ്പിസോഡാണ് ഒരു വീട്ടിലോട്ട് സ്ഥിരമായിട്ട് ചെല്ലുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് പ്രേക്ഷകരിലേക്ക് ഒത്തിരി ഇറങ്ങി ചെല്ലുന്ന ഒരു മേഖലയാണ് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ. അത് ഹാപ്പിയാണ് അതില്. ഭക്ഷണപ്രിയനാണ്, ഭയങ്കര ഭക്ഷണപ്രിയനാണ്. ഭക്ഷണപ്രിയൻ എന്ന് വെച്ചാൽ ഞാൻ എന്നും കഴിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും. എനിക്ക് എസ്പെഷ്യലി എനിക്ക് നോൺ വെജിറ്റേറിയൻ നോൺ ആണ് ഇഷ്ടം. വെജും കഴിക്കും, എല്ലാ ഫുഡും ഇഷ്ടമാണ്. എന്റെ ഒന്നാമത് അങ്കമാലി എന്റെ സ്ഥലം. അപ്പൊ നല്ല പുറത്തിരിച്ച് കഴിക്കുകയും ചെയ്യും. കുക്ക് ചെയ്യാൻ അറിയാം. അത്യാവശ്യം ഫുഡൊക്കെ വെക്കും. കൂടുതൽ നോൺ വെജ് വെക്കാനാണ് ഇഷ്ടം. ഫുഡ് അത്യാവശ്യം എല്ലാ ഫുഡും വെക്കും. ഞാൻ സിനിമയിൽ 1-2 ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നു. ഞാൻ ആദ്യം ഒരു പടമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലീഡായിട്ട് ഒരു കുഞ്ഞി പടം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡബൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്നാണ് വരുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈഫും കൊച്ചുങ്ങളും 2 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് സിനിമ എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇറങ്ങാൻ നടക്കുന്ന കാര്യമല്ല. കാരണം മന്ത്ലി EMI ഉണ്ട്, ലോണുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ അടഞ്ഞു പോകണമെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഒരു ഇൻകം വരണം. അത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, കൂടെ അഭിനയം കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു മേഖല എനിക്ക് തോന്നുന്നു സീരിയലാണ് ബെസ്റ്റ്. സീരിയലിൽ സെൻസറിങ് വരുന്നതിന് ഞാൻ അത്ര ആധികാരികമായിട്ട് പറയാൻ ഒരു ഇതുള്ള ആളല്ല. എങ്കിലും എനിക്ക് തോന്നുന്നു സെൻസറിങ് ഒക്കെ സീരിയലിൽ വന്ന് നല്ലതൊക്കെ തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലിരുന്നൊക്കെ കാണുന്നത്. അപ്പൊ വീട്ടിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന കണ്ടന്റ് കാണുമ്പോൾ കൂടെ വീട്ടിലാണ്, അപ്പൊ പിള്ളേരുകളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സെൻസറിങ് ഒക്കെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും ഇതിന്റെ ടീമുകളാണ് അതിനെ പറ്റിയിട്ട്, ചാനൽസും ടീംസും ഒക്കെയാണ് അതിന്റെ പ്ലാൻ ചെയ്യേണ്ടത്. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും എത്ര നാൾ മുന്നേ എപ്പിസോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടണം എന്നുള്ളതും, നിങ്ങൾ സെൻസറിങ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പൊക്കെ അത് ചാനലും അത് അവരുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അതൊന്നും എനിക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സംഭവം നാളെ ടെലികാസ്റ്റിംഗിന് പോകുന്നത്. അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എന്നാലും അത് നല്ലതാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില കണ്ടന്റുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കാണണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയും, നല്ലത് തന്നെയല്ലേ. കാരണം ഇപ്പൊ ഞാൻ ഒരു ഫാമിലി മാനാണ്. എന്റെ വീട്ടില് മോളുണ്ട്, മോൾക്ക് 5 വയസ്സായിട്ടുള്ളൂ.
കുഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്റെ അമ്മ ഒരു സീരിയൽ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ വീട്ടിലൊരു സീരിയൽ വെക്കുവാണെങ്കിൽ പിള്ളേര് സ്വാഭാവികമായിട്ട് ആ സീരിയലിന്റെ മുന്നിലിരിക്കും. അപ്പൊ ചിലപ്പോ ആ അവരുടെ ഏജ് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള കണ്ടന്റുകൾ അവരുടെ കയ്യിലോട്ട് എത്തുന്നതല്ലേ നല്ലത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം, അങ്ങനെയാണെങ്കിൽ ന്യൂസും സെൻസർ ചെയ്യണ്ടേ? ന്യൂസിൽ വരുന്ന കാര്യങ്ങളും നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അച്ഛന്മാര് ന്യൂസ് കാണുമ്പോൾ അതിൽ വരുന്ന കണ്ടന്റ് നമ്മുടെ പിള്ളേരുകൾ കാണുന്നില്ലേ? അതും അത്ര നല്ല സാധനങ്ങളൊന്നും അല്ലല്ലോ. വീട്ടുകാർ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുവാണെങ്കിൽ, വൈഫും അമ്മ അപ്പനൊക്കെ കാണുമ്പോൾ അവർക്ക് കുറച്ച് മെച്യൂർ ആണ്, അവർക്ക് അറിയാം എന്താണ് അത് കാണുന്നത്. കുട്ടി കാണുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്റെ കുട്ടി സീരിയൽ കാണാറുമില്ല, ഞാൻ കാണിക്കാറുമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അവളത് കാണുമ്പോ ഞാൻ അതൊരു നെഗറ്റീവ്, ഒന്നാമത് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നമ്മളിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തെറ്റാണെന്ന് എഴുതി കാണിക്കുമ്പോൾ അത് വലിയവർക്ക് മനസ്സിലാവും. ഈ 5 വയസ്സായ കുട്ടിക്ക് അത് എഴുതി കാണിക്കുന്നത് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോ അവൾ അത് എങ്ങനെ കാണുന്നു, അവളുടെ അപ്പനാണ് അവിടെ നിൽക്കുന്ന സ്ക്രീനിൽ. അപ്പൊ ആ കുട്ടി ഇത് എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് വളരെ ഇതുള്ള കാര്യമാണ്. അപ്പോ അത് അവള് മാക്സിമം ഞാൻ കാണാതിരിക്കാൻ ശ്രമിക്കാറാണ് പതിവ്. ടി വിയിൽ അവള് കാണുമ്പോ അവളെന്നെ ചോദിച്ചിരിക്കണ്ട, അയ്യോ അപ്പൊ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, അപ്പൊ എന്താ അങ്ങനെ ചെയ്യുന്നേ. അപ്പൊ ഞാനിതിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ലേഡി ക്യാരക്ടർ ഒക്കെ ഉണ്ട്, വന്ദന എന്നൊരു ക്യാരക്ടറൊക്കെ. അപ്പൊ ഒരു ദിവസം അവൾ ഇങ്ങനെ സീരിയൽ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു, അപ്പൊ അവൾ ഇടിച്ച് പൊട്ടിക്കപ്പാ. ഞാൻ പറഞ്ഞു എന്തിന്? അല്ലപ്പോ അവൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു മോനെ അത് സീരിയലാണ്, നമ്മൾ ഒരുമിച്ച് നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവർക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞേ, ചിലപ്പോൾ സീരിയലിൽ സെൻസറിങ്ങും ഈ ഒരു ഏജിന്റെ ഇതൊക്കെ വരുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഒരിക്കലുമില്ല, ഇതൊക്കെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു പരിപാടികളില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ആക്സിഡന്റൽ ആയിട്ട് ഇതിലോട്ട് വന്നുപെട്ട ആളാണ്. പിന്നെ ഈ പ്രോസസ്സിനോട് വളരെ ആഗ്രഹമുള്ളത് കൊണ്ട്, ആഗ്രഹം കൊണ്ട് മാത്രം നിൽക്കുന്ന, അല്ലാണ്ട് അഭിനയിക്കാൻ അറിയാവുന്നത് കൊണ്ടോ എനിക്ക് വലിയ കഴിവുണ്ടായതുകൊണ്ടോ ഒന്നും ഞാൻ നിൽക്കുന്നതല്ല. എനിക്ക് ഇതിനോട് ഭയങ്കര ആഗ്രഹമാണ് എന്നത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും, ഇതിനുവേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്റെ ആഗ്രഹം മാത്രമാണ്. അല്ലാതെ പ്രത്യേകിച്ച് കഴിവുണ്ട്, ഞാനൊരു ബോൺ ആക്ടറാണ്, ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ആളാന്ന് ഒരു ധാരണ എനിക്കില്ല. സത്യമായ കാര്യം പറയുന്നതിന് എന്താ കുഴപ്പം? നമ്മൾ അഭിനയിച്ച സീരിയൽ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി, എനിക്ക് കാണുമ്പോൾ നമ്മളതിനെ കാണുന്ന, എനിക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യായിരുന്നു, അവിടെ അങ്ങനെ ചെയ്യാം, നമുക്ക് അതിൽ കുറച്ച് കറക്ഷൻസും ആ ഭാഗം കുറച്ചും ബെറ്റർ ആക്കാമായിരുന്നു, അയ്യോ ഇത് ചെയ്തത് മോശമായി അല്ലെങ്കിൽ ഇത് നന്നായി, നമ്മളെ തന്നെ ഒരു വിലയിരുത്തുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സീരിയലിനെ അപ്രോച്ച് ചെയ്യാറ്. ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇടയ്ക്ക് കുഞ്ഞു വർക്കൗട്ടുകളൊക്കെ ഉണ്ട്. ജിം ഉണ്ടായിരുന്നു, ഇപ്പൊ കുട്ടിയൊക്കെ ആയപ്പോ 3-4 മാസമായിട്ട് ബ്രേക്കാണ്. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഞാനത് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ ടൂൾ ഇതായതുകൊണ്ടും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അതുകൊണ്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.